സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. നിസ്സീമമാ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ അദീനനാ. ഈ ഭൂമിയിൽ നിക്ഷേപമായി ഞാനെണ്ണി വന്ന സർവ്വവും ഗണിച്ചിടുന്നു നഷ്ടമായി ഈ ദർശനം മുഖാന്തരം. പ്രമോദമാ എന്നായുസി സ്നേഹിച്ചവർത്ത കാര്യങ്ങൾ നികൃഷ്ടമെന്നറിഞ്ഞകം വെടിഞ്ഞിടുന്ന ശേഷവും നിൻ ക്രൂശിയാ നിരന്തരം പ്രശംസിച്ചിടും രക്ഷക. മറ്റൊന്നിലും എൻ മാനസം മഹത്വമാഗ്രഹിക്കൂല. അഗാധമാ പ്രമേയമാ ഈ സ്നേഹമർഹിക്കുന്നീതം എൻ ദേഹം ദേഹി മാനസം സമ്പൂർണമാ സമസ്തവും സാഷ്ടാംഗം വീടു പാദത്തിൽ വണങ്ങിടുന്നു ഭക്തിയിൽ. നിനക്കും നിൻ പിതാവിനും മഹത്വം ദൈവാത്മാവിനും. സത്യസത്യമായ എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മരണം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എന്ന വാക്കിന് മറ്റൊരു പര്യായമുണ്ട്, മർത്യൻ. മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരിക്കുന്നവൻ എന്നുള്ളതാണ്. ലോകത്തിൽ
ജനിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും അവൻ മരണത്തിന് കീഴടങ്ങണം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നിവാസത്തിന് ദൈവം അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കീ കൊടുത്ത് വെച്ചിരിക്കുന്ന വാച്ച് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവനങ്ങനെ ജീവിച്ച് അവസാനം മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മരിക്കാതിരിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൽ ഇതുവരെ അതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അമർത്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് എത്തുവാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ലോകത്തിലുള്ള പണക്കാരായിട്ടുള്ള പല ആളുകളും അത് സ്വന്തമാക്കിയേനെ. എന്നാൽ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്നും ഒരുപോലെ നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും മരണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ജീവിതമുണ്ടോ, മരണത്തിന് ശേഷം ഒരു കണക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ മനുഷ്യരെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ളതും അതുപോലെ അവർ ചിന്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ എൻഡാണ്, മരിച്ചങ്ങ് തീർന്നു പോവുകയാണ് എന്ന് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, മരണത്തിന് ശേഷം ഒരു കണക്ക് കൊടുക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് വന്നാൽ അത് അവർക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. അപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് അത് അങ്ങ് തീർന്നു പോവുകയാണ്, ഒരു ബയോളജിക്കൽ എൻഡാണ് എന്ന് വിശ്വസിക്കാനാണ് ചില ആളുകളെ സംബന്ധിച്ച് താല്പര്യമെന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനോട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച് ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിച്ചപ്പോൾ പാപം എന്ന പ്രമാണം ഈ ലോകത്തിലേക്ക് കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഏക മനുഷ്യനായ ആദത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പല ആളുകളും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ദേഹവും ദേഹിയും തമ്മിൽ വേർപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോയി, അവിടെ ഒരു വേർപാട് സംഭവിച്ചു. ഇതിനെയാണ് മരണം എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത്. ഒരിക്കലും നമ്മൾ മരിച്ചു തീർന്നു എന്നല്ല പറയുന്നത്, മരിച്ചു പോയി എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മരണമല്ല, അതുകൂടാതെ ഒരു 2-ാം മരണം കൂടി മനുഷ്യനുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദേഹവും ദേഹിയും തമ്മിൽ വേർപെടുന്ന അവസ്ഥയെ 1-ാം മരണമെന്നും മനുഷ്യൻ്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്ന ഒരു 2-ാം മരണവും ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് പാപത്തിന് ശമ്പളം മരണമാണ് എന്നുള്ളത്. ഈ മരണം എന്നുള്ള പ്രസ്താവനയിൽ മനുഷ്യൻ്റെ 1-ാം മരണവും 2-ാം മരണവും ഉൾപ്പെടുന്നുണ്ട്. പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരുപോലെ ഈ 1-ാം മരണത്തിനും 2-ാം മരണത്തിനും യോഗ്യനാണ് എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ്, ഒരു പ്രസ്താവനയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ്
എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും മരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളാണ്. അതായത് നമ്മൾ നമ്മുടെ ജീവിതം മരണത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ ഒന്നാം മരണത്തിനും രണ്ടാം മരണത്തിനും ഒരുപോലെ അവകാശികളായി യോഗ്യരായി തീർന്ന മനുഷ്യരാണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒന്നാം മരണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരിക്കും. ദേഹവും ദേഹിയും തമ്മിൽ ഒരു ദിവസം വേർപെടും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാം മരണം എന്ന് പറയുന്ന ആത്മാവിൻ്റെ മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ടുള്ള ഒരു വഴി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വലിയൊരു ന്യായവിധിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണത്തിന് ശേഷം മനുഷ്യൻ പോകുന്നത് ഒരു വലിയൊരു ജഡ്ജ്മെൻറ്റിലേക്കാണ്. ആ ജഡ്ജ്മെൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ആകാശവും ഭൂമിയും അവൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം തുറന്നു. അതിനുശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണിക്കാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ന്യായവിധിയും രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ തൻ്റെ മരണത്തിന് ശേഷം അവൻ പോകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണിക്കാത്ത ആളുകൾ, അവർ ഈ നിത്യ മരണം അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഈ ന്യായവിധി നടത്തുമ്പോൾ ആ ന്യായവിധിക്ക് മുഖാന്തരം എന്താണ്? എന്ത് മുഖാന്തരം വെച്ചുകൊണ്ടാണ് ദൈവം ഈ ന്യായവിധി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്ന്. സ്വർഗത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ന്യായം വിധിക്കുവാനായിട്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ന്യായം വിധിക്കുന്നതിൻ്റെ മുഖാന്തരമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിനെ പറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്, തൻ്റെ സുവിശേഷപ്രകാരമാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് മരണത്തിന് കീഴ്പ്പെട്ട് ആ ന്യായവിധിക്കൂട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ദൈവം ന്യായം വിധിക്കുന്നത് തൻ്റെ വചനപ്രകാരമാണ്, തൻ്റെ സുവിശേഷ പ്രകാരമാണ്. ആ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നിത്യനാശത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പറ്റി പറയുന്നത് അവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവർ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരണത്തിൽ നിന്നും, ഈ രണ്ടാം മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് മറ്റൊരു മാർഗവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ന്യായവിധി മാറി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഒരു നിത്യജീവൻ കൂടി ദൈവം നമുക്ക് നൽകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്താണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ എന്നേക്കും വസിക്കുന്ന ആ ഒരു ജീവിതത്തിനാണ് നമുക്ക് നിത്യജീവൻ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ലോകപ്രശസ്തമായിട്ടുള്ള വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ആ ന്യായവിധിയിൽ നിന്ന് നമ്മൾ മാറി നിത്യജീവനിലേക്കും നിത്യരക്ഷയിലേക്കും നമ്മൾ കടക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തന്നെയാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ മുന്നമേ കണ്ടതുപോലെ ഈ ഒരു ശിക്ഷാവിധിയിൽ നിന്നും ഈ ഒരു ന്യായവിധിയിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ശിക്ഷാവിധി ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരോട് ദൈവത്തിന് പറയുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത് ഒന്നാണ്: നിങ്ങൾക്ക് ഈ മരണത്തിൽ നിന്നും ഒരു രക്ഷയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. ഈ മരണത്തിൻ്റെ കീഴിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ മരിച്ച മനുഷ്യരായിരുന്നു, മരണത്തിന് കീഴ്പ്പെട്ട് ഇരുന്ന ആളുകളായിരുന്നു. നമ്മൾ കണ്ടു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന്. മരിച്ച അവസ്ഥയിലിരുന്ന നമുക്ക് ജീവൻ നൽകുവാനായിട്ട്, നിത്യജീവൻ നൽകുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ മരണത്തെയും ന്യായവിധിയെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനെ ഭയപ്പെടാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. മരണം എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഇനി മുതൽ അത് വേണ്ട. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ രണ്ടാം മരണത്തിൽ നിന്നും, ആ നിത്യ നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചത് നമ്മളെ ആ രണ്ടാം മരണത്തിൽ നിന്നും കൂടി രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിക്കുരിശിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനും നിത്യരക്ഷയും നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മരണം എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക. മരണം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ എൻഡ് അല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ഒരു രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തിലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെപ്പറ്റി നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകുക. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനായിട്ട് ഉള്ളത്. ഇനി എന്താണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചത് പാപികളായിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് എന്ന് ഉള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ന്യായവിധിയിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചത് എനിക്ക് പകരമായിട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, എനിക്ക്
രക്ഷ ലഭിക്കുന്നു. എനിക്ക് ആ നിത്യനരകത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൽ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാപമോചനവും രക്ഷയും വിശേഷിച്ച് ഈ രണ്ടാം മരണത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന സുവിശേഷം അല്ലെങ്കിൽ സദ്വാർത്ത എന്ന് പറയുന്നത്. ഇനി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് കർത്താവായ യേശുക്രിസ്തു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ആ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ആ മരണഭയമില്ലാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ട്. അത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് മരണഭയമില്ലാതെ രക്ഷയുടെ ഉറപ്പുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ നിലയിലുള്ള ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രാണനാഥ കണ്ണീരിൻ താഴ്വരയിൽ തള്ളിടല്ലേ, നല്ലിടയാ കൈത്താങ്ങലേകി എന്നെ കാത്തിടണേ. കന്മഷം പെരുകിടുന്നു, കണ്ണുകൾ നിറഞ്ഞിടുന്നു, ആശ്വാസത്തിൻ പൊൻകരം നീട്ടി എൻ്റെ കൺതുടയ്ക്കൂ. പ്രാണനാഥ കണ്ണീരിൻ താഴ്വരയിൽ തള്ളിടല്ലേ. വിണ്മയമാ സ്വർഗീയ ഗേഹം വിട്ടു താണുവന്നു മൺമയരാ ഈ ലോക പാപികൾക്കാ ജീവൻ വച്ചു. മുൾമുടി ശിരസിലേന്തി നിന്ദിതനായവനേ കാൽക്കരങ്ങൾ ക്രൂശോടു ചേർത്തടിച്ചോ പ്രാണപ്രിയ പ്രാണനാഥ. മരണം എന്ന യാഥാർത്ഥ്യം അത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു നാൾ നാം എല്ലാവരും മരണത്തിന് മുമ്പാകെ കീഴ്പ്പെടേണ്ടതായിട്ട് വരും. നമുക്കറിയാം, വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോയത്. എത്രയോ പേര് ഒറ്റപ്പെട്ടു. എത്രയോ പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് അസ്ഥാനത്തായി പോയത്. നാം ഒരുപക്ഷെ സുരക്ഷിതരാണ്. എന്നാൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണം നമ്മെ പിടികൂടില്ല എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തിനപ്പുറമുള്ള നിത്യത നാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് മരണത്തിനപ്പുറമുള്ള നിത്യത അഥവാ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കുവാനായിട്ട് സാധിക്കുന്നത്? അത് വളരെ ലളിതമായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഏത് മനുഷ്യനും സ്വീകാര്യമായിരിക്കുന്ന ലളിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിച്ചാൽ അവന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നീതിമാനായി വിശുദ്ധനായി ജീവിച്ച്
കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ എൻ്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവന് നിത്യത ഉറപ്പാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മെ മരണം അഭിമുഖീകരിച്ചാൽ നാം സന്തോഷത്തോടുകൂടെ ആ മരണത്തെ സ്വീകരിക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടെന്നാൽ മരണത്തിനപ്പുറം ഒരു നിത്യജീവനുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ആ സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത്. എന്നാൽ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പേ തന്നെ നാം കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളോടൊപ്പം ഇങ്ങനെ പറയുമോ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചത് എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നിത്യതയിൽ കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഒരു നാൾ ഞങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ മരണത്തിന് മുന്നമേ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുന്ന് നിത്യതയിൽ അവിടുന്ന് എൻ്റെ പേരും എഴുതി ചേർത്തുവോർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കർത്താവെ, അവിടുന്ന് തൻ്റെ മക്കളെ ചേർക്കുവാൻ വീണ്ടും വരുമ്പോൾ കർത്താവെ, അടിയനെയും അവിടുന്ന് ഉൾക്കൊള്ളണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചനയും അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ.